Good morning, all. Welcome back to ICT class. Okay, okay, students. In previous class, we already discussed about our sixth chapter along the information pathways. Okay, along the information pathways. വിവര വീതിയിലൂടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ ആറാമത്തെ അധ്യായമായ വിവരവീതിയിലൂടെ അല്ലെങ്കിൽ അലോങ് ദ ഇൻഫർമേഷൻ പാത്വേസ് എന്ന പാഠം ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പം നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ എന്തെല്ലാണ്? വാട്ട് ഈസ് ഇൻ്റർനെറ്റ്, ഇൻ്റർനെറ്റ് എന്താണെന്ന് പറഞ്ഞു. അതേപോലെ വാട്ട് ഈസ് വെബ്സൈറ്റ്, വാട്ട് ഈസ് വെബ് പേജ്, വെബ്സൈറ്റ് എന്താണെന്ന് പറഞ്ഞു. അതേപോലെ വെബ് പേജുകൾ എന്താണെന്ന് പറഞ്ഞു. അതേപോലെ വെബ് ബ്രൗസർ സോഫ്റ്റ്വെയർസിന് എക്സാമ്പിൾസ് പറഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ടുഡേ we are going to discuss about the activity 6.1. Okay, the activity 6.1 in your textbook. Let's collect information. Okay, വിവരങ്ങൾ ശേഖരിക്കാം. പ്രവർത്തനം 6.1 വിവരങ്ങൾ ശേഖരിക്കാം എന്നുള്ള ആക്ടിവിറ്റിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, all of you take your page number 45. എല്ലാവരും 45-ാമത്തെ പേജ് നമ്പർ എടുക്കുക. ഓക്കെ, ഇതിൽ ആദ്യം നിങ്ങൾക്കൊരു ബോക്സ് കാണാം. ഇവിടെ ഒരു ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ബോക്സ് കാണാം. ഓക്കെ, യെസ്, ലിസൺ. സെർച്ച് എൻജിൻസ്, സെർച്ച് എൻജിനുകൾ. ഇൻ അഡീഷൻ ടു വെബ്സൈറ്റ്സ് വിച്ച് കളക്ട് ഇൻഫർമേഷൻ, ദർ ആർ പ്ലെൻറ്റി ഓഫ് വെബ്സൈറ്റ്സ് ടു സെർച്ച് ഇൻഫർമേഷൻ ഓൺ ദ ഇൻ്റർനെറ്റ്. വിവരങ്ങൾ ശേഖരിക്കുന്നതിനുള്ള വെബ്സൈറ്റുകൾക്ക് പുറമെ വിവരങ്ങൾ തിരയുന്നതിനുള്ള ധാരാളം വെബ്സൈറ്റുകൾ ഇൻ്റർനെറ്റിലുണ്ട്. സച്ച് വെബ്സൈറ്റ്സ് ആർ നോൺ ആസ് സെർച്ച് എൻജിൻസ്. ഇത്തരം വെബ്സൈറ്റുകളെ സെർച്ച് എൻജിനുകൾ എന്നാണ് വിളിക്കുന്നത്. എന്താണ്? വിവരങ്ങൾ ശേഖരിക്കുന്നതിനുള്ള വെബ്സൈറ്റുകൾക്ക് പുറമെ വിവരങ്ങൾ തിരയുന്നതിനുള്ള, വിവരങ്ങൾ സെർച്ച് ചെയ്യുന്നതിനുള്ള, നമുക്ക് വേണ്ട ആവശ്യം ഇൻഫർമേഷൻസ് സെർച്ച് ചെയ്യുന്നതിനുള്ള വെബ്സൈറ്റുകൾ ഇൻ്റർനെറ്റിലുണ്ട്. സച്ച് വെബ്സൈറ്റ്സ് ആർ നോൺ ആസ് സെർച്ച് എൻജിൻസ്. സെർച്ച് എൻജിനുകൾ എന്ന് പറയുന്നു അത്തരം വെബ്സൈറ്റുകൾ. The box which appears for typing when we open these search engines is known as the search box. എന്താണ്? സെർച്ച് എഞ്ചിനുകൾ തുറക്കുമ്പോൾ ടൈപ്പ് ചെയ്യുന്നതിനുള്ള അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുന്നതിനായി കാണുന്ന ബോക്സ് ആണ് സെർച്ച് ബോക്സ്. ഓക്കെ, the words we type in search box for information are called keywords. സെർച്ച് ബോക്സിൽ ടൈപ്പ് ചെയ്യുന്ന വാക്കുകളാണ് കീവേഡുകൾ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അതേപോലെ എന്താണ്? ഇവിടെ കുറച്ച് സെർച്ച് എൻജിൻസിന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഗൂഗിൾ, യാഹൂ, ബിങ്, വെബ് ക്രോളർ തുടങ്ങിയവയാണ് ഇൻ്റർനെറ്റിലെ സെർച്ച് എൻജിൻസ്. ഗൂഗിൾ, യാഹൂ, ബിങ്, വെബ് ക്രോളർ എക്സെട്ര ആർ സെർച്ച് എൻജിൻസ് ഓൺ ദ ഇൻ്റർനെറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? വാട്ട് ഈസ് സെർച്ച് എൻജിൻസ്, സെർച്ച് എൻജിൻ എന്താണെന്ന് പഠിച്ചു. നമ്മുടെ നോട്ടിൽ പോയിന്റ് ആയിട്ട് എഴുതാം അല്ലേ? വാട്ട് ഈസ് സെർച്ച് എൻജിൻസ്, അതിൻ്റെ ആൻസർ ഇതിലുണ്ട്. അതേപോലെ എന്താണ് സെർച്ച് ബോക്സ്, വാട്ട് ഈസ് സെർച്ച് ബോക്സ്. ഓക്കെ, പിന്നെന്താണ് കീവേഡുകൾ, എന്താണ് വാട്ട് ഈസ് കീവേഡ്സ്, ദെൻ എക്സാമ്പിൾസ് ഓഫ് സെർച്ച് എൻജിൻസ്. അങ്ങനെ 2-3 ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ സെക്ഷനിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നമ്മുടെ ആക്ടിവിറ്റി 6.1. ഓക്കെ, ലെറ്റ്സ് എക്സാമിൻ ഹൗ ടു കളക്ട് ഇൻഫർമേഷൻ ആൻഡ് പിക്ചേഴ്സ് ഓഫ് ദ ആക്ടിവിറ്റീസ് ഓഫ് സ്വാമി വിവേകാനന്ദ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻ്റർനെറ്റ്. എന്താണ് നമ്മുടെ ആക്ടിവിറ്റിയിൽ പറയുന്നത്? ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ സ്വാമി വിവേകാനന്ദൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചിത്രങ്ങളും വിവരങ്ങളും ശേഖരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് സ്വാമി വിവേകാനന്ദൻ്റെ ചിത്രങ്ങളും വിവരങ്ങളും ശേഖരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ആക്ടിവിറ്റി എന്താണ്? ആദ്യമായിട്ട് നമ്മളൊരു വെബ് ബ്രൗസർ, അല്ലേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചോളൊരു വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക.
ഇവിടെ മോസില്ല ഫയർഫോക്സ് വെബ് ബ്രൗസറാണ് നമ്മുടെ ഉബുണ്ടുവിലുള്ളൊരു വെബ് ബ്രൗസർ. അത് ഗോ ടു അപ്ലിക്കേഷൻസ് ഇൻ്റർനെറ്റ് എന്ന രീതിയിൽ നമുക്ക് തുറക്കാം. ഫയർഫോക്സ് വെബ് ബ്രൗസർ തുറക്കാം, അല്ലെങ്കിൽ ഈ സിമ്പിളിൽ ക്ലിക്ക് ചെയ്താലും മതി. ഓക്കെ, ആദ്യം ജസ്റ്റ് ഓപ്പൺ ഫയർഫോക്സ് വെബ് ബ്രൗസർ. ഓക്കെ, എന്നിട്ട് എന്താണ് പറയുന്നത്? ബ്രൗസർ നമ്മൾ ഓപ്പൺ ചെയ്തു. ടൈപ്പ് ദ വെബ് അഡ്രസ് ഓഫ് എനി സെർച്ച് എഞ്ചിൻ ഇൻ ദ അഡ്രസ് ബാർ ആൻഡ് പ്രസ് എൻ്റർ കീ. ഇവിടെ നമ്മൾ ഓൾറെഡി ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇതിന് നമ്മൾ അഡ്രസ് ബാർ എന്ന് പറയും. ഓക്കെ, നിങ്ങൾക്ക് ടെക്സ്റ്റിൽ കാണാൻ സാധിക്കും. നമുക്കിവിടെ ഇതാണ് ഒരു വെബ് ബ്രൗസറിൻ്റെ അഡ്രസ് ബാർ, www.google.com. ഓക്കെ, അതാണ് അഡ്രസ് ബാർ. നിങ്ങൾ ടെക്സ്റ്റിലും അത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുപോലെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിനുള്ള ഈ ബോക്സിന് നമ്മൾ എന്ത് പറയും? സെർച്ച് ബോക്സ് എന്ന് പറയും. ഓക്കെ, അതേപോലെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന വേർഡ് സ്വാമി വിവേകാനന്ദ എന്നാണ് നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ്? സ്വാമി വിവേകാനന്ദ എന്നാണ് കീവേഡ്. ഓക്കെ, സ്വാമി വിവേകാനന്ദ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്തു. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഓക്കെ, വി ഗോട്ട് ദ ഡീറ്റെയിൽസ് ഓഫ് സ്വാമി വിവേകാനന്ദ. സ്വാമി വിവേകാനന്ദനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈ കാണുന്ന ഡീറ്റെയിൽസിൽ സ്വാമി വിവേകാനന്ദ വിക്കിപീഡിയ എന്നുള്ള ആ ഒരു വെബ്സൈറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്താൽ എന്ത് കിട്ടും? സ്വാമി വിവേകാനന്ദനെ കുറിച്ചുള്ള പ്ലെൻറ്റി ഓഫ് ഇൻഫർമേഷൻസ്, ധാരാളം ഇൻഫർമേഷൻസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇവിടെ കാണുന്നുണ്ട് ബോൺ, ഡൈഡ്, റിലീജിയൻ, സിറ്റിസൺഷിപ്പ്, അങ്ങനെ കുറേയധികം ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ പറ്റും സ്വാമി വിവേകാനന്ദനെ കുറിച്ചുള്ള. ഓക്കെ, ഇതൊക്കെ എനിക്ക് നെറ്റിൽ സെർച്ച് ചെയ്യാം. ഓക്കെ, പിന്നെന്താണ് പറയുന്നത്? ഈ ഒരു പേജ് നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം? ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ഓൺ ദിസ് ബ്ലാങ്ക് സ്പേസ് ആൻഡ് സേവ് പേജ് ആസ്. ക്ലിക്ക് ഓൺ സേവ് പേജ് ആസ്. അപ്പോൾ അതിനൊരു പേര് കൊടുക്കാൻ നമുക്ക് ഡെസ്ക്ടോപ്പിലാണെങ്കിൽ ഡെസ്ക്ടോപ്പിൽ ക്ലിക്ക് ചെയ്യുക. സേവ് ചെയ്താൽ എന്താണ്? ആ പേജ് സേവ് ആയിട്ടുണ്ടാവും. ഈ ഇൻഫർമേഷൻസ് മാത്രം സേവ് ആയിട്ടുണ്ടാവും. ഓക്കെ, അതാണ് സേവ് പേജ് ആസ്. ഓക്കെ, പിന്നെയുള്ള എന്താണ്? ഇമേജ് എങ്ങനെ സേവ് ചെയ്യും എന്നുള്ളതാണ് അടുത്തത്. നെക്സ്റ്റ് ഈസ് ഹൗ ക്യാൻ വി സേവ് ഇമേജസ്. ഓക്കെ, ഇമേജസ് സേവ് ചെയ്യാൻ എന്ത് ചെയ്യണം? നമുക്ക് സ്വാമി വിവേകാനന്ദ നമ്മളിവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ക്ലിക്ക് ഓൺ ദിസ് ഇമേജസ് ടാബ്, ഇമേജസ്. അപ്പോൾ നമുക്ക് സ്വാമി വിവേകാനന്ദൻ്റെ കുറേയധികം ഇമേജസ് നമുക്ക് ലഭിക്കും. ഓക്കെ, ജസ്റ്റ് വെയിറ്റ്. അപ്പോൾ ഇതേപോലെ ഇമേജസ് ലഭിച്ചാൽ എന്ത് ചെയ്യണം? നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ഓൺ വൺ ഇമേജ്. ഒരു ഇമേജസിൽ എന്ത് ചെയ്യുക? ഒരു ഇമേജിൽ ക്ലിക്ക് ചെയ്യുക. ഒരു ഇമേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് എന്ത് ചെയ്യുക? ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ഓൺ ദാറ്റ് ഇമേജ്. ആ ഇമേജിൽ എന്ത് ചെയ്യുക? റൈറ്റ് ക്ലിക്ക് ചെയ്യുക. സേവ് ഇമേജ് ആസ്. ദർ ഇസ് ആൻ ഓപ്ഷൻ സേവ് ഇമേജ് ആസ്. ക്ലിക്ക് ഓൺ ദാറ്റ് ഓപ്ഷൻ. then എന്ത് ചെയ്യാം? then save that image. okay, ഡെസ്ക്ടോപ്പിൽ ഇപ്പോൾ സേവ് ചെയ്തിട്ടുണ്ട്. we saved in our desktop. right click on this image, save image as, and click on save button. okay,
ദിസ് ഈസ് ദ ഇമേജ്. ഓക്കെ, നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഇമേജ് ഇതാണ്. ഓക്കെ, ഇങ്ങനെയാണ് എന്താണ് ഇൻ്റർനെറ്റിൽ നിന്നൊരു ഇമേജ് ഡൗൺലോഡ് ചെയ്യുന്നത്. സേവ് ഇമേജ് ആസ് ഓപ്ഷൻ. ഓക്കെ, യെസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, ടുഡേ വി ആർ ഡിസ്കസ്ഡ് അബൌട്ട് എന്താണ് ലെറ്റ്സ് കളക്ട് ഇൻഫോർമേഷൻ എന്നുള്ള ആക്ടിവിറ്റിയാണ്. ഓക്കെ, അതുപോലെ അതിനു മുമ്പ് എന്താണ് സെർച്ച് എഞ്ചിൻ, വാട്ട് ഈസ് സെർച്ച് എഞ്ചിൻ എന്നുള്ളത് പഠിച്ചു. ദെൻ വാട്ട് ഈസ് കീവേഡ്, വാട്ട് ഈസ് സെർച്ച് ബോക്സ്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറഞ്ഞത് അല്ലേ. നെറ്റ് യൂസ് ചെയ്യുന്നവരാണ് നിങ്ങൾ, ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു പിക്ചർ ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് അധികം സംശയം ആർക്കും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, okay children, have a good day. See you on next class. Okay, goodbye.